നയന എല്ലാവരുടെ മുമ്പിൽ വെച്ച് ജലജ നാണം കെടുത്തിയെന്ന് പറഞ്ഞിട്ട് ജലജ അവയോട് പറയാണ്, എങ്ങനെയെങ്കിലും അവളെ വീട്ടിൽ തുരത്തണം, എനിക്കത് മാത്രം മതി. അതിന് നീ പറഞ്ഞ ആ ലക്ഷ്യം തന്നെയാണ് നല്ലത്. അവൾക്ക് ഒരു അവിഹിതം ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്, ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നില്ല. കാരണം അവളാ ഈ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നമ്മളെ മുമ്പോട്ട് പോകാൻ സമ്മതിക്കാത്തതും അവൾ തന്നെയാണ് എന്ന് പറയാണ്. ഓരോ സെക്കൻഡിലും ഞാൻ നവ്യനെ കൊല്ലാനോ ഇല്ലാതാക്കാനോ ശ്രമിക്കുമ്പം കൃത്യമായിട്ട് അവളെ മുമ്പിൽ വന്ന് നിൽക്കും. അങ്ങനെ അവളെ രക്ഷപ്പെടുത്തിയെടുക്കും. ഇനി അത് പാടില്ല. ഇനി എങ്ങനെയെങ്കിലും അവളെ ആദ്യം തകർക്കണ്ടേ. നവ്യനെയൊക്കെ നമുക്ക് വിട്ടുപിടിക്കാം. നവ്യനെ എപ്പോൾ വേണമെങ്കിലും ചീള് കേസായിട്ട് നമുക്ക് ഇല്ലാതാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നയന അവൾ അങ്ങനെയല്ല. അവൾക്ക് ഇച്ചിരി ബുദ്ധി കൂടുതലുള്ള കൂട്ടത്തില്ല. അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും തളയ്ക്കണമെന്ന് പറയുന്നുണ്ട്. ജലജ പറയാണ്, നിർമ്മലിൻ്റെ കേസ് എന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടതല്ലേ, നമുക്കിട്ട ശരിക്കുള്ള അടി കിട്ടിയത്. അതുകൊണ്ട് നയനയുടെ കാര്യം വരുമ്പം നമ്മൾ അതുപോലെ സൂക്ഷിച്ചു വേണം ഓരോ മൂമെൻറ്റും എടുക്കാൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഭി പറയാണ്, അതിനേക്കാൾ വഴി എൻ്റെ കയ്യിലുണ്ടമ്മയെന്നും പറഞ്ഞിട്ട് ആ ഡ്രോ തുറന്നിട്ട് ഒരു സിം കാർഡും പുതിയൊരു ഫോൺ എടുക്കുന്നുണ്ട്. ഇത് കണ്ടോമേ, ഈ സിം കാർഡ് ഇതുവരെ ഞാൻ യൂസ് ചെയ്യാത്ത സിം കാർഡാണ്. അത് എൻ്റെ പേരിലുള്ളതല്ല, ഫേക്ക് ഐ ഡി വെച്ച് എടുത്തിട്ടുള്ളതാണ്. ഇന്നു മുതൽ ആരംഭിക്കാൻ പോവാ. പക്ഷെ അമ്മ അവളുടെ ഫോണിലെ ലോക്കൊന്ന് എനിക്ക് അറിയിച്ചു തരണം എന്ന് പറയാണ്. അതിനെന്താ, അതൊക്കെ ഞാൻ ഒപ്പിച്ചു തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ ആ സിം കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജലജനെ പറഞ്ഞു വിടുകയാണ്, എങ്ങനെയെങ്കിലും നയനയുടെ ഫോണിൻ്റെ ലോക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നയനെ ഫോൺ യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പോഴേക്കും ജലജ നയനെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഫോണിനകത്ത് നെറ്റ് കിട്ടുന്നില്ല, നിൻ്റെ ഫോൺ നെറ്റ് ഉണ്ടോ ഒന്ന് നോക്കിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയനെ എടുത്ത് ഫോൺ നോക്കുകയാണ്. നോക്കിയിട്ട് അവളിങ്ങനെ നോക്കിയിട്ട് നെറ്റ് ഉണ്ടെന്ന് പറയുമ്പം, ആണോ, എനിക്ക് ഒരു കോൾ ചെയ്യണം, അബിയെ വിളിക്കാനാ, ഒന്ന് തന്നേന്ന് പറയാണ്. അപ്പോഴേക്കും നീ ലോക്ക് അഴിച്ചതാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജലജന് മുമ്പിൽ വെച്ച് തന്നെ നയന ലോക്ക് അഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലോക്ക് അഴിച്ചിട്ട് കൊടുക്കുമ്പോഴേക്കും ജലജ അവളുടെ ഫോണിലേക്ക് നോക്കിയിട്ട് പറയണം, റേഞ്ച് വന്നു, ഇനിയിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് നയനയുടെ ഫോൺ തിരികെ കൊടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയനയിലേക്കാണ്, ഇവർക്ക് ഇതെന്ത് പറ്റി, അല്ലാതെ എന്നോട് നിന്ന് ഫോണൊന്നും ചോദിക്കുന്നതല്ലല്ലോ, ഇപ്പം ഇതെന്താ പറ്റിയേ, ഇനി വല്ല സൂത്രപ്പണിക്കുവാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തേലും ആട്ടെ എന്നും പറഞ്ഞിട്ട് അവളവിടെ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജലജ പോയിട്ട് അബിക്ക് അവളുടെ ലോക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അബി പറയാണ്, എന്തായാലും നയന എപ്പോഴൊന്നും ഫോൺ യൂസ് ചെയ്യാറില്ല. മിക്കവാറും അവളുടെ ഫോൺ അവളുടെ മുറിയിൽ തന്നെ ഇരിക്കാറ്. അവൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ആ ഫോൺ കൊണ്ട് അവൾ യൂസ് ചെയ്യാറ് പോലും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് തന്നെ പറ്റിയ ഐഡിയ എന്ന് അബി പറയാണ്. എന്നിട്ട് അബി അവൻ്റെ ഫോൺ എടുത്തിട്ട് ആ പുതിയ സിമ്മിൽ നിന്നും അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ആ ഫോൺ റൂമിൽ വെച്ചിട്ട് നയന താഴേക്ക് പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ ഫോണിൽ നിന്നും അവനിങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. അതായത് ഒരു ലവർ അയക്കുന്ന പോലെ മെസ്സേജ് അയക്കുന്നു. അതിനുശേഷം അവളുടെ ഫോണിൽ അവൻ പോയിട്ട് ആ നമ്പർ ഇങ്ങനെ ബേബി എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് വെക്കുകയാണ്. ടൈപ്പ് ചെയ്ത് വെച്ച് ആ സേവ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും തിരിച്ച് അബിക്ക് ചാറ്റ് ചെയ്യുന്ന പോലെ ചാറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഫോണിനകത്ത് പരസ്പരം രണ്ട് ഫോണിൽ നിന്നും അവൻ തന്നെ ചാറ്റ് ചെയ്തിട്ട് ഫോൺ അവിടെ തന്നെ അനക്കാതെ വെച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നയന വന്നിട്ട് ഇതൊന്നും കാണുന്നില്ല. അവൾ അവന് ഫോണിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവളൊന്നും ശ്രദ്ധിക്കാതെ അതൊക്കെ മാറ്റിയിട്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വാട്സപ്പിനകത്ത് ആ ഒരു സംഭവം അവൻ ബ്ലോക്കായിട്ട് ഹൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ട്. അതായത് നയന വന്ന് നോക്കുമ്പോഴേക്കും ആ ഒരു കോണ്ടാക്റ്റ് കാണാത്ത രീതിയിലാക്കി ഇടുന്നുണ്ട് കേട്ടോ. അബദ്ധശാലിനി നോക്കിയിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് നയന തുറന്ന് നോക്കുന്നതുകൊണ്ട് തന്നെ അവനത് കാണാതെ മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പം അതേപോലെ ആദർശ് വരുന്നുണ്ട്. അവർ അത്താഴമൊക്കെ കഴിക്കാൻ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബി എന്നിട്ട് ജലജോട് പറയാണ്, ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയാക്കിയാമേ, ഇനി അവർക്കുള്ള പണിയൊക്കെ പെട്ടെന്ന് തന്നെ വരുമെന്ന് പറയാണ്. എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം എൻ്റെ ഫോണിൽ നിന്ന് അവളുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു ലവർ അയക്കുന്ന പോലെ തിരിച്ച് അവളുടെ ഫോണിൽ നിന്നും ഞാൻ തന്നെ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം ഇത് കാണുന്ന ആർക്കാണെങ്കിലും സംശയം വരും, പരസ്പരം ഇവർ തന്നെ മെസ്സേജ് അയക്കുകയാണോ എന്ന് അമ്മ കണ്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ നയന അടുക്കളയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ഫോൺ വെച്ചിട്ടായിരിക്കുമല്ലോ പോകുന്നത്. അപ്പോഴേക്കും അബി ഇത് ഒളിഞ്ഞു നോക്കുന്നുണ്ട്, ആദർശ് മുറിയിൽ നിൽക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അബി അവൻ്റെ ഫോണിൽ നിന്നും ഹായ് ബേബി, ഗുഡ് മോർണിംഗ്, എൻ്റെ ചക്കര എഴുന്നേറ്റോ എന്ന് ചോദിക്കുകയാണ്. ഇവളുടെ ഫോണിൽ മെസ്സേജ് വരുന്നത് കണ്ടിട്ട് ആദർശ് അവൾക്കൊണ്ട് കൊടുക്കണോ, അല്ലെങ്കിൽ ഞാൻ ഭർത്താവല്ലേ, തുറന്ന് നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഫോണെ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ആയിരിക്കും ബ്ലോക്ക് ലിസ്റ്റിൽ ഇങ്ങനെ ഒരു മെസ്സേജ് എന്ന് കിടക്കുക. അപ്പോൾ അവനത് ബ്ലോക്ക് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ബേബി ലവ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ട്.
അപ്പോഴാണ് ആദർശ് ആ ചാറ്റ് മുഴുവനും കാണുന്നത്. ഇഷ്ടമാണെന്നും ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം, പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങാൻ സാധിക്കുന്നില്ല, ആദർശേട്ടൻ വീട്ടിലുണ്ട്, എങ്ങനെയെങ്കിലും ഞാൻ ഇന്ന് എങ്ങനെയെങ്കിലും രഹസ്യമായിട്ട് ഞാൻ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങാം, നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടാം, എനിക്ക് ഇയാളെ ഇഷ്ടമില്ല, ഇയാൾ എന്നെ ഇതുവരെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ട് പോലുമില്ല, അതുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ഞാനിവിടെ നിന്ന് കുറച്ച് ക്യാഷൊക്കെ അടിച്ചുകൊണ്ട് വരാം, നമുക്ക് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് സമാധാനമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നയന മെസ്സേജ് അയച്ചിട്ടാണ് കാണുന്നത്. ഇത് കാണുന്ന ആദർശ് ശരിക്കും ആദർശ് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ഇപ്പം മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ഹായ് ബേബി, ആദർശ് ഓഫീസിലേക്ക് പോയോ, എന്താ മെസ്സേജ് അയക്കാത്തതെന്ന് ചോദിച്ച് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും മെസ്സേജ് അയക്കുകയാണ്, എന്താ ഒന്നും മറുപടി പറയാത്തേ, രാവിലെ നിന്റെ ശബ്ദം കേൾക്കാനിട്ട് ഒരു രസവും ഇല്ല, ഇന്ന് നീ ബാത്റൂമിൽ കയറിയിട്ട് എന്നോട് സംസാരിക്കുന്നതല്ലേ, ഇന്ന് എന്താ പറ്റിയത്, ആദർശ് പോയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട ആദർശ് വല്ലാണ്ട് അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. എന്നിട്ട് നയനോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ പോലും നയനോടൊന്നും ചോദിക്കാതെ ആ ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് ഒരുങ്ങിയിട്ട് ആദർശ് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് ആബി ഓടി ചെന്നിട്ട് അവളുടെ ഫോണിൽ നിന്നും അത് നയനെ കാണാത്ത രീതിയിൽ ഹൈഡാക്കി തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇത് ഏറ്റവും അറിയാൻ വേണ്ടിയിട്ട് ആബിയും താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ആദർശേട്ടാ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറഞ്ഞിട്ട് നയനെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കുകയാണ്. വേണ്ട, എനിക്ക് എൻ്റെ അമ്മ വിളമ്പി തന്നോളൂ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ആദർശേട്ടാ എന്ന് ഞാനില്ല ചേതൻ ചോദിക്കുമ്പോൾ നിന്നോട് പറഞ്ഞനുസരിച്ചാൽ മതിയെന്നും പറഞ്ഞിട്ട് ആദർശ് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും നയൻ അതെല്ലാം അവിടെ വെച്ചിട്ട് സങ്കടപ്പെട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ദേവേനെ വന്നിട്ട് അതൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. എന്താ മോനെ രാവിലെ ഒരു മൂഡ് ഓഫ് പോലെ എന്ന് പറയുമ്പം ഒന്നുമില്ലമ്മേ, നമ്മൾ വിശ്വസിക്കുന്നവരൊക്കെ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നവരൊക്കെ ചതിക്കോ, എന്താ എൻ്റെ മോന് പറ്റി, എന്താ പിച്ചുമ്പയൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അമ്മയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവന് ഒരു ദോശയുടെ പകുതി എങ്ങനെ കഴിച്ചിട്ട് എണീക്കാണ്. ഇത് എന്താടായത്, പകുതി ദോശയോ, ഇതും കഴിച്ചിട്ട് എങ്ങനെ നീ ഉച്ച വരെ നിൽക്കും, പോയി ഓഫീസിൽ ജോലി ചെയ്യേണ്ടതല്ലേ എന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് വീണ്ടും കുത്തുവാക്കുകളായിട്ട് സംസാരിക്കുകയാണ്. എല്ലാവരും ഞാൻ ഒരുപാട് വിശ്വസിച്ചമ്മേ, പക്ഷെ അതെല്ലാം ചതിയായിരുന്നു, എന്നെ എല്ലാവരും ചതിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയാണ്. മുത്തശ്ശൻ ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്, ചതിക്കാണെന്നോ, നീ എന്താ ഉദ്ദേശിക്കുന്നത്, നീ തുറന്നു പറയാന്ന് പറയുമ്പോൾ ഇല്ല മുത്തശ്ശ, തുറന്നു പറഞ്ഞാൽ ആർക്കൊന്നും സഹിക്കാൻ കഴിയില്ല, അത്രത്തോളം നമ്മളെ എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ദിവസം ഇതെല്ലാം കൂടെ ഒരു ബോംബായിട്ട് പൊട്ടും, അന്ന് എൻ്റെ മുത്തശ്ശനെ സഹിക്കാനുള്ള ത്രാണി ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് ആദർശ് ഓഫീസിലേക്ക് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും ജലജയോട് മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ അവന് പറ്റിയേ, അവൻ എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കുമ്പോൾ ഇല്ലച്ചാ, രാവിലെ വന്നിട്ട് നയനെ വിളമ്പി കൊടുക്കാൻ പോയപ്പം വിളമ്പി കൊടുക്കണ്ട ഞാൻ മതിയെന്ന് പറഞ്ഞു, ഞാനങ്ങനെ വിളമ്പി കൊടുത്തു, അതിനുശേഷം മൊത്തം അവൻ്റെ സംസാരം ഇങ്ങനത്തെയാണെന്ന് പറയുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ എന്ന് പറയാണ്. അവൻ്റെ മനസ്സിൽ എന്തോ ഒരു കരട് കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ, എന്തായാലും വരുന്നിടത്ത് വെച്ച് നോക്കാമെന്ന് പറയാണ്. നയനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ടുണ്ട് കേട്ടോ അവനൊന്നും കഴിക്കാതെ പോയതിൽ. നവി വന്നിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അതൊന്നും സാരമില്ല, അവൻ്റെ മനസ്സിൽ എന്തോ ചെറിയൊരു വിഷമമുണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കും, ഓഫീസിലേക്കൊക്കെ പോകുന്നതല്ലേ, ചെറിയ ടെൻഷൻ വല്ലതും കാണും എന്ന് നവ്യ പറയുന്നുണ്ട്. എന്താണെങ്കിലും എന്തോ ഒരു മനസ്സിൽ വെച്ച് പെരുമാറുന്ന പോലെ തോന്നുന്നു ചേച്ചി, എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല എന്ന് അവൾ പറയാണ്. നീ അതൊന്നും ഓർത്ത് വിഷമിക്കാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നവ്യെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2ാം പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.